ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ 2ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർ വഴി ഇതായി വണ്ടി പോകുന്ന പോലെ തെങ്കാശി എത്തി. തെങ്കാശിയിൽ നിന്ന് മധുരൈ, രാജപാളയം വഴി മധുരൈ, മധുരയ്ക്ക് അടുത്തുള്ള തിരുമംഗലത്താണ് എത്തിയത്. തിരുമംഗലത്തു നിന്ന് നമ്മൾ NH44 കയറി. NH44 നിന്ന് ദിണ്ടുകലിനടുത്തൂടെ ഒട്ടൻചത്രം നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ. ഏകദേശം 9 മണിക്കൂർ യാത്ര, 400ഓളം കിലോമീറ്റർ. കൊച്ചി വഴി പോയിരുന്നെങ്കിൽ ഏകദേശം 6 മണിക്കൂർ കൊണ്ട് എത്തിയേനെ. പക്ഷേ റോഡ് ബ്ലോക്ക് കാരണമാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്ത്. പിന്നെ യാത്രയും ചെയ്യണമായിരുന്നു. നല്ല യാത്രയായിരുന്നു. ഇന്നലെ നമ്മൾ ഏക ലൈഫ് ഇൻ എന്ന ഹോട്ടലിലാണ് റൂം എടുത്തത്. ഏക ലൈഫ് ഇൻ കോയമ്പത്തൂർ സിറ്റിക്കുള്ളിൽ തന്നെയാണ്. ഇതിൻ്റെ വരാന്തയും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ. രാവിലെ റൂമിൽ നിന്നുള്ള കോയമ്പത്തൂർ സിറ്റിയിലേക്കുള്ള ലുക്സാണിത്. കോയമ്പത്തൂർ സിറ്റി രാവിലെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. രാവിലെ ആ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. കോയമ്പത്തൂർ സിറ്റിയാണ് കാണുന്നത്. നമുക്കിന്നാണ് എക്സാം ഉള്ളത്. രാവിലത്തെ നല്ല രസകരമായ കാഴ്ചയാണ്. കുപ്പക്കോണം പുത്തൂർ സായിബാബ കോളനിയിലാണ് ഏക ലൈഫ് എന്ന ഹോട്ടലുള്ളത്. ടൗണിനകത്ത് തന്നെയാണ്. ഇതിൻ്റെ വരാന്തയൊക്കെയാണിത്. നമ്മൾ ഇന്നലെ ഇത് കാണിക്കാൻ പറ്റിയില്ല. ഈ ഹോട്ടലിൻ്റെ റൂംസ് ഇതാണ്. 1011 ആണ് റൂം എടുത്തത്. 2900 രൂപയ്ക്ക് GST പ്ലസ് GST എല്ലാം കൂടെ 2900 രൂപ. സിറ്റിക്കകത്ത എല്ലാം ആക്സസിബിളാണ് സ്ഥലമൊക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇടയ്ക്കിട്ടെല്ലാം പാക്കിങ് ആയി. വേറെ സാധനം ഉണ്ട്. ഇതെന്തോ റൈസാ, ഇത് വട, ഇതെന്തോ മധുരമാണെന്ന് തോന്നുന്നു. എന്തുവാ ചമ്മന്തി, ഇഡലി, മസാല ദോശ, ഇതെന്തോ ഇത് ചമ്മന്തിയാണോ? ചമ്മന്തി പോലെന്തോ സാധനം. തമിഴ് ഫുഡ് അടിപൊളിയാണ്. ഇതെന്ന് വെച്ചാൽ ഉപ്പുമാവ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. ഞങ്ങൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ്. അവിടെയാണ് ഒരു എക്സാം ഉള്ളത്. മുമ്പ് ട്രെൻഡ്സൊക്കെ ഉണ്ടായത്. ഇല്ല 2900 GST എല്ലാം കൂടെ കൂടി സെറ്റിക്ക് ആൾക്ക് അടിപൊളിയാണ്. അപ്പോൾ രാവിലെ നമ്മുടെ കോയമ്പത്തൂർ നഗരത്തിലെ തിരക്കാണ്. പവർ ഹൗസ് ഒക്കെ ഉണ്ട്. ഫ്ലൈഓവറുകളൊക്കെ ഉണ്ട് സിറ്റിക്കകത്ത് ഇഷ്ടംപോലെ. സോഷ്യൽ ഏരിയാസ് ദൂരെ വരെ സിറ്റി, വലിയ സിറ്റിയാണ്. ഫ്ലൈഓവറിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈഓവർ. വണ്ടി വിട്ടിട്ടുണ്ട്. വണ്ടി അങ്ങനെ ഞങ്ങൾ ഹിന്ദുസ്ഥാൻ കോളേജിലെത്തി. ഇതാണ് ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. കോയമ്പത്തൂർ ഒരു വലിയ കോളേജാണ്. ധാരാളം കുട്ടികളൊക്കെ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് നമ്പർ അവിടെ ഫ്രണ്ടിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി ഇത്രയും പേരുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സെക്ഷൻ B എന്ന് പറയുന്ന എന്തോ ഒരു കെട്ടിടത്തില്ല, ഒരു ബിൽഡിങ്ങിലാണ് എക്സാം ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. കുറേ പേരുണ്ട്. അതൊക്കെ എന്തായാലും ഫോണൊന്നും അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കില്ല. എൻ്റെ ബാഗൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ ഫോണെല്ലാം തിരികെ വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ട് വേണം എക്സാം എഴുതാൻ വരാൻ. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എക്സാം എഴുതാൻ. എല്ലാവരും വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ആരും ബിൽഡിംഗ് ഇതുവരെ തുറന്നിട്ടില്ല. കുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട്. മരച്ചുവട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും എൻട്രൻസിന് പരിപാടിയൊക്കെയാണ്. ഇപ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ. പരീക്ഷ വെള്ളം മേടിക്കാന്ന് വിചാരിച്ചു. ഉള്ളിൽ കടകളൊക്കെ ഉണ്ട്. വെള്ളം മേടിക്കാം. സ്വിഗ്ഗി ചെയ്തായിരുന്നു. അതുകൊണ്ട് ഫുഡ് നേരത്തെ വന്നു. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചത് എക്സാം കഴിഞ്ഞിട്ടാണേ. 11 മണി എക്സാമിന് കയറിയിട്ട് 12:30 ആയപ്പോൾ എക്സാം കഴിഞ്ഞായിരുന്നു. ഫോണൊന്നും അകത്തോട്ട് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് നമുക്ക് ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. എക്സാമൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ എക്സാമിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഉക്കടം എന്ന മാർക്കറ്റിലേക്ക് പോകാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഉക്കടം മാർക്കറ്റ് കോയമ്പത്തൂർ ഒരു വലിയ മാർക്കറ്റാണ്. ഗാന്ധിനഗർ മാർക്കറ്റോ ഗാന്ധിപുരം മാർക്കറ്റോ അങ്ങനെ ഒരു മാർക്കറ്റും ഉണ്ട് ഇവിടെ. ഉക്കടം മാർക്കറ്റിൽ ഞങ്ങൾ ഈ കാറിൻ്റെ ഡാഷ്ബോർഡ് ക്യാമറ
അതൊന്ന് നോക്കാനാണ് പോകുന്നത്. വാങ്ങിക്കുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പല്ല. ലെക്സസ് ES300H ഫ്രണ്ട് ബൈക്ക്, സെൽഫ് മെയ്ഡ് ബൈക്കാണ്. സ്മാർട്ട് മാക്സിനകത്തുള്ള ബൈക്കാണ്. ഞങ്ങളൊരു ചന്തയ്ക്കകത്ത് വന്നു. മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ്. വണ്ടി ഇട്ടു. നോക്കാം എന്തോ ഉണ്ടെന്ന്. പള്ളി ഇട്ടുണ്ട്. പള്ളി മാർക്കറ്റാ. അങ്ങനെ കടം എന്തൊക്കെയാ കാർ ആക്സസറീസ് കിട്ടുന്നു. ഇത് സെക്കൻഡ് സെയിൽസിൻ്റെ വലിയൊരു മാർക്കറ്റാണ്. കൊട്ടാരമാണ്. ഫുൾ സാധനങ്ങളാണ്. കാറ്, ബൈക്ക്, എന്ത് വേണേലും സാധനങ്ങളാണ്. അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ ഭീകരത മനസ്സിലായ. ഇഷ്ടം പോലെ ഐറ്റങ്ങളാണ്. നമ്മൾ ഈ തമിഴ് സിനിമയിൽ, ഹിന്ദി സിനിമയിലൊക്കെ അധോലോകത്തോട് നടക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നൈസ് സ്ഥലമാണ്. അങ്ങനെ ഫുള്ള് ഏക്കർ കണക്കിനുണ്ടെന്ന രീതിയിലാണ് സ്റ്റാളുകൾ. ഇങ്ങനെ വണ്ടിയുടെ ഓരോ പാർട്സും ഇവിടെ ലഭിക്കുന്നതാണ്. പവർ ടൂൾസ്, മൊത്തം ടാർപോളിൻസ് മൊത്തം ടാർപോളിൻ വിളിച്ചോണ്ടിരിക്കുക നമ്മളെ. ടാർപോളിൻ ഇവിടുന്ന് ലാഭത്തിനെടുത്ത് കാട്ടിക്കൊണ്ടിരിക്കണം. കാർ ആക്സസറീസിൻ്റെ ഷോപ്പുകളാണ്. കാർ ആക്സസറീസ്, ലൈറ്റുകൾ, ഫോണുകൾ, കേസ്, അങ്ങനെ എല്ലാം ഒന്നും ചെയ്യാനില്ല. കറ്റി അവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എൻട്രൻസ് ഇതായിരുന്നു. ഞങ്ങൾ കറങ്ങി പുറത്ത് വന്നു. വണ്ടി ഇനി അവിടെ ഉണ്ടോയെന്ന് ആർക്കറിയാം. സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, കോയമ്പത്തൂർ. ഉക്കടം മാർക്കറ്റിൽ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല. കാറിൻ്റെ ആക്സസറീസ് ഒന്നും വാങ്ങിയില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇല്ല കാണുന്ന ബ്രൂക്ക് ഫീൽഡ് മാളിലേക്ക് പോവുകയാണ്. കോയമ്പത്തൂരെ ഏറ്റവും വലിയ മോളാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ലുലുവിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. എങ്കിലും അതിനകത്ത് ഇവിടുത്തെ അത്യാവശ്യം ഷോപ്പിങ്ങിന് പറ്റിയാണ്. പിന്നെ കടകളെ താട്ട് കൊണ്ടേ. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. പറഞ്ഞല്ലോ, ലുലുവിൻ്റെ അത്രയൊന്നും ഇല്ല. ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ലുലു തന്നെയാണ്. എൻ്റെ ചെരുപ്പ് പൊട്ടിയായിരുന്നു. എൻ്റെ ചെരുപ്പ് പൊട്ടിയായിരുന്നു. അപ്പോൾ ഒരു ചെരുപ്പ് നോക്കാൻ കയറിയത് അവിടെ വുഡ്ലാൻഡ്സിൽ 70% ഓഫ് എന്ന് പറയുന്നു. വുഡ്ലാൻഡ്സിലെ വില 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി അടുത്ത കടയിൽ പിള്ളേരൊക്കെ വായിക്കുന്നത്. ലൂയി ഫിലിപ്പ് അപ്പുറത്തുണ്ടേ. ജനത്തിരക്കൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കമ്പാരിസൺ ഒരുപാടാണല്ലോ. സെൻട്രോയ്ക്ക് കയറി. സെൻട്രോ ഇതൊക്കെ ഏത് ബ്രാൻഡോ ആവും. അവിടെ കിട്ടാത്തതുകൊണ്ട് അടുത്ത സ്കെച്ചേഴ്സ് എന്ന് കളയുന്നു. സ്കെച്ചേഴ്സ് നോക്കാം. കിട്ടാണ്ട് അവിടെ നിന്ന് ലൈഫ് സ്റ്റൈൽ മാൾ എന്നൊരു മാളിൽ പോയി. അവിടെ പോയി കയറിയപ്പോൾ എന്താ അവിടെയും ഭയങ്കര വിലക്കും. അവിടെ നിന്നും കിട്ടിയില്ല. ആ പരിപാടി ഉണ്ട് ഇവിടെയും. മറ്റേ ലുലുവിലെ പോലെ വണ്ടി എല്ലാം ഉണ്ട്. അടുത്ത കടയിൽ കയറാൻ പോവാം. ഫിറ്റ് ഫ്ലോപ്പ് അവിടെ കയറാൻ പോവാം. അവിടെ കയറുന്നില്ല. അവിടെ ലേഡീസ് ചെരുപ്പ് നേരെ കയറാൻ പോവാം. മോച്ചി കയറാം. മോച്ചി കയറിയിട്ട് പാറ്റേ കയറാം. പിന്നെ ഒരു കോഫി കുടിച്ചാലേ, ഫിൽട്ടർ കോഫി. അവിടെ സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു. സ്റ്റാർബക്സ് അവിടെ കയറിയ 1000 രൂപയാവും. ഇവിടെ പക്ഷേ 20 രൂപയ്ക്ക് കിട്ടും. അല്ല 1000 രൂപ അല്ല, നല്ല വിലയാണല്ലോ കാപ്പിക്ക്. ഇവിടെയും കൂടെ കയറണം. മസാജ് അപ്പോൾ അതെടുത്തു.
അവസാനം ഞങ്ങൾ ബാറ്റായിൽ നിന്നൊരു ചെരുപ്പ് വാങ്ങി. തയ്ക്കാനാളുണ്ടോ അവിടെ? ഒരു എണ്ണ ഷോറൂമിലൂടെ കയറി. ഇതെങ്ങനെയുണ്ട്? ഇതാണ് പാർട്ട് 7. ഞങ്ങളെന്തായാലും ബ്രൂക്ക് ഫീൽഡ്സ് മാളിൽ നിന്ന് തിരിച്ചിറങ്ങി. ഞങ്ങളിവിടെ ഒരു GD കാർ മ്യൂസിയം ഉണ്ട്. ഈ GD കാർ മ്യൂസിയം ഒരു പ്രശസ്തമായ മ്യൂസിയമാണ്. GD നായിഡു എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയലിസ്റ്റും ഒരു ഫിലാന്ത്രോഫിസ്റ്റും ഒക്കെ ആയ മനുഷ്യനാണ് ഇത് നിർമ്മിച്ചത്. വിവിധ കാറുകളുടെ ഒരു വലിയ ശേഖരമാണ് ഉള്ളത്. കോയമ്പത്തൂർ, ഇവിടുന്ന് സേലത്തൂർ ഇവിടെ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയത്തിൽ GD സയൻസ് മ്യൂസിയം കോയമ്പത്തൂർ. ഈ GD കാർ മ്യൂസിയം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണുള്ളത്. 100-ലധികം വിൻറ്റേജ് കാർസ് ഉണ്ട് ഇവിടെ. വിൻറ്റേജ് കാർസ്. ഈ GD നായിഡു ഒരു കാർ എന്തൂസിയാസ്റ്റ് ആയിരുന്നു. பார்க்கறதுக்கு என்ன இருக்கு? சார் சயின்ஸ் பற்றி இந்த ஏதோ ஒரு தயாரிச்ச பொருள் எல்லாம் இருக்குது சார். பேட்டரி டார்ச் அது ഇതൊക്കെയാണുള്ള ഡോണേഴ്സ്. പിന്നെ സംഭാവന ചെയ്തവരായിരിക്കും. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോഴേ അവിടെ ഒരു ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ബോളിൽ താഴേക്ക് വീഴുന്നുണ്ട്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാം നല്ല വൃത്തിയാണ് സംഭവങ്ങളൊക്കെ. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റും. കാണാനുള്ളത് കാർ മ്യൂസിയം, GD സയൻസ് മ്യൂസിയം കോംബോ 175 രൂപ കോംബോയ്ക്ക്. ഇപ്പം കാർ മ്യൂസിയവും GD സയൻസ് മ്യൂസിയം ഉണ്ട് 175 രൂപ. GD കാർ മ്യൂസിയവും GD സയൻസ് മ്യൂസിയവും കൂടെ ചേർന്ന് കാണുന്നതിന് 125 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്. ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നൊരു ഒരു ലാബും കൂടെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തില്ല, സമയം കാണുന്നത് കാണാൻ വേണ്ടി. ടിക്കറ്റ് ഒരു ബാൻഡ് കിട്ടി. ഈ ബാൻഡ് കൈ കെട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും. ഈ ബാൻഡാണ് ഏതൊക്കെ മ്യൂസിയത്തിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അറിയിക്കുന്നത്. 350 രൂപ. അപ്പോൾ അതിൽ എഴുതിയേക്കുന്നതാണ് വിശിസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇനേഷൻ, മോഷൻ, ഗ്രാവിറ്റി, റിഡക്ഷൻ, ആക്സിലറേഷൻ, പൊട്ടൻഷ്യൽ, ഫോഴ്സ്. അതൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒരു കാര്യവും ഇല്ല, ഞങ്ങൾക്ക് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. GD നായിഡു നമ്മൾ വരുന്നു. ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണോ? കാർ മ്യൂസിയം പുള്ളിയുടെ GD മ്യൂസിയത്തിൽ അത് കാണാൻ ധാരാളം ഉണ്ട്. അത് നമുക്ക് ഈ എപ്പിസോഡിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. എന്തായാലും ഞാൻ ഇതിനകത്ത് ചെറിയൊരു ഗ്ലിംസ് മാത്രമേ ഇപ്പോൾ തന്നിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകാം. എന്തായാലും ഒരു 3 മണിക്കൂറെങ്കിലും കാണാൻ വേണ്ടി ഉണ്ട് ഈ 2 പരിപാടിയായിട്ട്, GD കാർ മ്യൂസിയവും സയൻസ് മ്യൂസിയവും. കാർ എന്തൂസിയാസ്റ്റിന് അല്ലെങ്കിൽ കാർ ഭ്രാന്ത് ഉള്ളവർക്ക് ഇതൊരു അടിപൊളി സംഭവമാണ്. അവർക്കൊരു പറുദീസയാണ് GD കാർ മ്യൂസിയം. അവർ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾ എന്തായാലും തിരികെ പോവുകയാണ്. ഞങ്ങളിനി തിരികെ വീട്ടിലോട്ടാണ്. ഞങ്ങളിനി പാലക്കാട്, എറണാകുളം വഴി അങ്ങ് കൊല്ലം പോവുകയാണ്. പോകുന്ന LH 544 വഴിയാണ് പാലക്കാട് വഴി. പാലക്കാടോട്ട് പോകുന്ന വഴിക്ക് കുളിച്ചുമുട്ടുന്ന സ്ഥലത്തൊരു CNG പമ്പ് കിട്ടി. അങ്ങനെ ഞങ്ങൾ പമ്പിൽ കുറിച്ചിക്കുളം സ്ഥലമായി. കുറിച്ചിക്കുളം സ്ഥലത്താണിപ്പോൾ CNG ഉള്ളത്. കോയമ്പത്തൂർ ഇവിടെ ഉണ്ട് കേട്ടോ. CNG പമ്പ് ഇங்கே இருக்கிறதுன்னு சொல்லி கேரளாவில் இருக்கு, எல்லாയിടത്തും இருக்காது, கொஞ்சமாக സ്ഥലങ്ങളിൽ இருக்கு. இங்கே இருக்கிறது குறிச்சி பக்கம் ஒரு CNG பம்பு இருக்கிறதுன்னு சொல்லி
ഇത് ഓട്ടോ അണ്ണൻ കേൾക്കരുത്. എൻ്റെ പേരെന്നെ ആനന്ദ്. കേരളാവിലെ എന്താ CNG ഓട്ടോ അല്ല, പച്ച കളർ അടിക്കും, ഗ്രീൻ കളർ അടിക്കും. റോഡ് മോശം. 45 കിലോമീറ്റർ 1 കിലോയിൽ കിടക്കും. 89 രൂപ. കേരളാവിലെ ഒരു പ്രൊവൈഡർ 86 കൊടുക്കും. ഇത് ഇപ്പടി പോയാൽ പെട്രോൾ താൻ ലാഭമായി വരും. ആണെന്നെല്ലാം പറയുന്നത് പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതിന് CNG ഓപ്പറേറ്ററിൽ നിന്ന് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ട് തിരിച്ചു മാറ്റണം. ആശങ്കകൾ ഇതിനകത്തുണ്ടായി. പ്രത്യേകിച്ചും ISROയിലുള്ള എംപ്ലോയീസിന്റെ ഇടയിലാണ് വലിയ ആശങ്ക. പലയിടത്ത് വരിക ഞങ്ങൾ ISRO പ്രൈവറ്റൈസ് ചെയ്യണം, നമ്മുടെ ജോലിയൊക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നതായിരുന്നു എൻ്റെ ആദ്യ ജോലി. അത് വളരെ വിജയകരമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പല പ്രാവശ്യം യാത്ര ചെയ്യും, എല്ലാവരോടും സംസാരിക്കുകയും ലീഡർഷിപ്പിനോടും താഴെക്കടയിലുള്ളവരോടും എംപ്ലോയീസിനോടും അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയികളുടെ കൂട്ടായ്മകളോടും ഒക്കെ സംസാരിച്ചിട്ടാണ് ഇത് മാറ്റാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ വിസിബിൾ ആക്ഷൻ ഉണ്ടാവും. വർത്തമാനം പറഞ്ഞാൽ മാത്രം പോരല്ലോ, കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ്. ഇപ്പോൾ ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവർ ആഗ്രഹിക്കുന്ന ചേഞ്ചുകൾ നമ്മൾ വരുത്തണം. അതിനുവേണ്ടി വിൻസ്പേസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അതിനെ പ്രവർത്തനക്ഷമമാക്കി. ചെയർമാൻ മാത്രമേ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ, കൂട്ടത്തിൽ ആരും വർക്ക് ചെയ്യാൻ പോലും ഇല്ലായിരുന്നു. അവരെല്ലാം ഞാൻ ISRO എന്നാണ് വിൻസ്പേസിൽ കൊടുത്തത്. അവരോട് പല എല്ലാവരും അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാവണമെങ്കിൽ ആദ്യത്തെ സാധനം വേണം. അങ്ങനെ കേരളത്തിൽ കയറി അടുത്ത ചെക്ക് പോസ്റ്റായി. അല്ല, എന്താണ്, ടോളായി. നല്ല റോഡാ. വാളയാർ കഴിഞ്ഞു. വാളയാർ വടക്കാഞ്ചേരി എക്സ്പ്രസ് വേ. ഈ സ്ഥലപ്പേര് പമ്പപ്പള്ളം. എന്താ? പമ്പം പള്ളം. വെഞ്ചിക്കോടായി. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ വെഞ്ചിക്കോട്. പാലക്കാട് ടൗണിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകുന്ന പോക്കായിരുന്നു. യാക്കരയ്ക്ക് പോയി. യാക്കര പോകുന്ന വഴി കഴിക്കാൻ വേണ്ടി 10:10 എന്നൊരു കട വന്നു. യാക്കരയാണ്. യാക്കര 10:10. ഗൈസ് വീണ്ടും ബ്ലോക്കിലായി. പാലക്കാട്ട് നിന്ന് നമ്മുടെ ലുലു മോളിൻ്റെ അതുവഴിയാണ് NH-ലോട്ട് കയറുന്നത്. അവിടെ ലുലു മോളിലോട്ട് കയറുന്നതൊക്കെ ആയിരിക്കും. 10-15 മിനിറ്റ് അവിടെ കിടപ്പാം. NH കണ്ട മുകളിൽ പോകുന്നു. NH കൊണ്ടുപോകുന്നുണ്ട്. സ്ട്രീമിങ് ചെയ്യണം. മെനക്കേടാത്. നീണ്ട ക്യൂ ആണ്. ഹൈവേയിലും ബ്ലോക്കായി, ഞങ്ങളും ബ്ലോക്കായി. ലോൺ നടക്കുന്നത് ലുലു പാലക്കാട്. ഇതെല്ലാം ബ്ലോക്കിലാണ്. ഫുൾ ബ്ലോക്കാണ്. ഫുൾ ബ്ലോക്ക്. റോഡ് എല്ലാം തകർന്ന് പണിയുവാ. കതിരാനാണ്. കുതിരാൻ. This is കുതിരാൻ ടവർ. ടണൽ. ഈ കുതിരാൻ ടണലിന് മുമ്പ് ഞാനിതുവരെ പോയിട്ടേ ഇല്ല. മല കയറി എങ്ങാണ്ട് പോണമായിരുന്നു. അതിൻ്റെ മല രണ്ടിൽ കൂടെ മഴയില്ല, ഒന്നുമില്ല. ഒരു ചൂളങ്ങളുടെ ശബ്ദമുണ്ടോ? എയർ തള്ളി പോകുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ തന്നെ വണ്ടി ഓടി. ഒരു 10 മണിയായപ്പോൾ കുതിരാൻ ടണൽ കടന്നായിരുന്നു. അത് തൃശ്ശൂർ കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂരും കഴിഞ്ഞ് ചാലക്കുടിയും കഴിഞ്ഞ് ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തിയായിരുന്നു ചായ കുടിക്കാനൊക്കെ. ഒരു 12-12:30 ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ അങ്കമാലി എത്തി. അങ്കമാലിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ മഞ്ഞപ്ര എന്ന സ്ഥലത്താണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉറക്കമായിരുന്നു. 12:30 ആയപ്പോൾ ഞങ്ങളുടെ കൂടെ വിവാഹ സംഘം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്താണ് അവരും വന്നത്. പിന്നെ അവരെയൊക്കെ വിളിച്ചുണർത്തിയാണ് ഞങ്ങൾ റൂമിലോട്ട് പോയത്. എന്തായാലും ഇനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.